ഹായ് എല്ലാവർക്കും നമസ്കാരം. സ്കോർ അക്കാഡമിയിലേക്ക് സ്വാഗതം. RRB NTPC അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിൽ പലരും അപ്ലൈ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിനു മുന്നേ നിങ്ങൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെ പോസ്റ്റാണ് നമുക്കുള്ളത്, ആ പോസ്റ്റിന്റെ ജോബ് നേച്ചർ എന്താണ്, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയണം. അപ്പോൾ നമ്മൾ ഇന്ന് മെയിനായിട്ട് നോക്കാൻ പോകുന്നത് നമ്മൾ ആദ്യം എന്താണ് RRB എന്താണെന്ന് അറിയാം. അതായത് നമ്മൾ ഈ എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഒരു RRBയിലേക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ. നമുക്ക് ഒരുപാട് RRB ഉണ്ട്, അതിൽ ഒരു RRBയിലേക്ക് മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് RRB എന്താണെന്ന് അറിയണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പോസ്റ്റ് അനാലിസിസ്. അതായത് നമുക്കിപ്പോൾ 4 പോസ്റ്റിലേക്കാണ് ഈ വേക്കൻസി വിളിച്ചിട്ടുള്ളത്. അണ്ടർ ഗ്രാജുവേറ്റ് 4 പോസ്റ്റിലേക്കാണ് ഉള്ളത്. അപ്പോൾ ഈ 4 പോസ്റ്റിൻ്റെയും ജോബ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഏതിലേക്ക് അപ്ലൈ ചെയ്യണമെന്ന് തീരുമാനം എടുക്കാൻ പറ്റൂ. കണ്ണും പൂട്ടി നമ്മൾ ഓരോ ജോബിലേക്ക് അപ്ലൈ ചെയ്യരുത്. ആ ജോബിൻ്റെ നേച്ചർ എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾക്കറിയാം ഏത് ജോബാണ് നിങ്ങൾക്ക് വേണ്ടത്, ഏത് ടൈപ്പാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക ആദ്യം. പിന്നെ നമ്മൾ ആ ജോബ് ഇപ്പം നിങ്ങളൊരു ഏത് ജോബാണ് വേണ്ടതെന്ന് നിങ്ങൾ സെലക്ട് ചെയ്തു. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, വേക്കൻസി നോക്കുക. എല്ലായിടത്തും നിങ്ങൾ സെലക്ട് ചെയ്ത പോസ്റ്റിന്റെ വേക്കൻസി നോക്കുക. അതുപോലെ നമ്മൾ ഒരു RRB സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതും കൂടെ നമുക്ക് നോക്കണം. പിന്നെ നമ്മൾ RRB നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ 4 പോസ്റ്റിന്റെയും ഡീറ്റെയിൽ ആയ കാര്യങ്ങൾ നമ്മൾ ഇന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണാം. ക്ലിയർ? അപ്പോൾ നമുക്ക് ടോട്ടലി 21 RRB ആണുള്ളത്. ക്ലിയർ? ഈ 21 RRB ആണ് നമുക്ക് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അതിൽ തന്നെ നിങ്ങൾ നോക്കിയാൽ നമ്മുടെ തിരുവനന്തപുരം ഉണ്ട്, ചെന്നൈ ഉണ്ട്. നമുക്ക് അടുത്തുള്ള ഏതൊക്കെയാണ്? തിരുവനന്തപുരം, ചെന്നൈ, ബാംഗ്ലൂർ, സെക്കന്ദരാബാദ്, മുംബൈ. ഇതൊക്കെയാണ് നമുക്ക് കുറച്ചും കൂടെ അടുത്തുള്ള കാര്യങ്ങൾ. തിരുവനന്തപുരം നമുക്ക് അടുത്താണ്, ബാംഗ്ലൂർ, ചെന്നൈക്ക് അടുത്താണ്. പിന്നെ നമുക്ക് ഈ 2 കാര്യങ്ങളും കൂടെ നോക്കാം. എന്തൊക്കെയാണ്? മുംബൈ ഉണ്ട്, സെക്കന്ദരാബാദ് ഉണ്ട്. ക്ലിയർ? അപ്പോൾ ഇത്രയും RRBs ആണ് നമുക്കുള്ളത്. ഇനി അപ്പോൾ ഇതിൽ നിങ്ങൾ ഒരു RRB നിങ്ങൾ സെലക്ട് ചെയ്യണം. ഇത്രയും 21 RRBയിൽ നിങ്ങൾ ഒരു RRB നിങ്ങൾ സെലക്ട് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് സെലക്ട് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ക്ലിയർ? അപ്പോൾ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് നമ്മൾ കേരളത്തിൽ അല്ലേ ഉള്ളത്. അപ്പോൾ ഇതിനടുത്തുള്ള പോസ്റ്റ് നിങ്ങൾക്ക് ഇതിനടുത്തുള്ളത് സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ മടിയാണെങ്കിൽ ഇതിൻ്റെ അടുത്ത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഇത്രയും ഏരിയ നിങ്ങൾക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോങ് ഒക്കെ പോകാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് അവിടെയൊക്കെ സെലക്ട് ചെയ്യാവുന്നതാണ്. ക്ലിയർ? അപ്പോൾ ആദ്യത്തെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾ അടുത്തുള്ള RRB നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രാവൽ ചെയ്യാൻ, നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ അടുത്തുള്ള RRB സെലക്ട് ചെയ്യുക. ക്ലിയർ? ഇനി അപ്പോൾ നിങ്ങൾ RRB മനസ്സിലാക്കണം. ഇത്രയും RRB ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് ഏതെങ്കിലും ഒരു RRBയിലേക്ക് മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ. നിങ്ങളിപ്പോൾ തിരുവനന്തപുരം സെലക്ട് ചെയ്യുക. തിരുവനന്തപുരത്തുള്ള പോസ്റ്റിലേക്ക് മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ. ക്ലിയർ? ഒരു RRB നമ്മൾ ഇതിന്ന് തിരഞ്ഞെടുക്കണം. അപ്പോൾ അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്, ഏത് തിരഞ്ഞെടുക്കണമെന്ന്. ക്ലിയർ? അപ്പോൾ നമുക്ക് ടോട്ടൽ വേക്കൻസി ഉള്ളത് അണ്ടർ ഗ്രാജുവേറ്റിൽ ടോട്ടൽ വേക്കൻസി ഉള്ളത്. ഇതിന് ക്വാളിഫിക്കേഷൻ അറിയാലോ, +2 ആണ് ക്വാളിഫിക്കേഷൻ. +2 ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാം. ഇനി +2 ഡിഗ്രി ഉള്ളവർക്ക് ഇതും അപ്ലൈ ചെയ്യാം. ഡിഗ്രി നമ്മൾ NTPC ഗ്രാജുവേറ്റും അപ്ലൈ ചെയ്യാം. ആ 2 എക്സാമും അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇത് ഒരു RRBയിൽ അപ്ലൈ ചെയ്താൽ മറ്റത് വേണമെങ്കിൽ വേറൊരു RRBയിൽ അപ്ലൈ ചെയ്യാം. നിങ്ങൾ ഇത് ചിലപ്പോൾ തിരുവനന്തപുരം അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഗ്രാജുവേറ്റ് ലെവൽ ഗ്രാജുവേറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബാംഗ്ലൂരിൽ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ചെന്നൈയിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ആ കാര്യം കൂടെ മനസ്സിലാക്കുക. എന്നെ ഡൗട്ടില്ലല്ലോ. ഇത് നിങ്ങൾ തിരുവനന്തപുരം അപ്ലൈ ചെയ്തു, മറ്റേ ഗ്രാജുവേറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെന്നൈയിൽ അപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് നോക്കിയാൽ വേക്കൻസി വരുന്നത് ഈ 4 പോസ്റ്റിലേക്കായിട്ട് നിങ്ങൾക്ക് ടോട്ടല് 3058 വേക്കൻസിയാണ് വരുന്നത്. 4 പോസ്റ്റാണ് ഉള്ളത്. കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്, അക്കൗണ്ട് ക്ലർക്ക്, പിന്നെ ജൂനിയർ ക്ലർക്ക്, പിന്നെ ട്രെയിൻ ക്ലർക്ക്. ഇത്രയും 4 പോസ്റ്റിലേക്കാണ് വരുന്നത്. ക്ലിയർ? അപ്പോൾ ഈ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് എന്ന് പറയുന്നത് ലെവൽ 3 ആണ്. ബാക്കി 3 ലെവൽ 2 ആണ്. ക്ലിയർ? അപ്പോൾ നമ്മൾ ഗ്രാജുവേറ്റിന്റെ എക്സാമിൽ നമ്മൾ ഒരു കാര്യം പറഞ്ഞത് ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ. അതും ഈ കാറ്റഗറിയിൽ വരുന്നതാണ്. പക്ഷെ അത് 6 ആണ്. ഇത് 3 ആണ്. ഡ്യൂട്ടി ഒക്കെ സെയിം ആണ് വരുന്നത്. പക്ഷെ അത് 6 ആണ്. ലെവൽ കുറച്ച് കൂടിയതാണ്. ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്, ടിക്കറ്റ് സൂപ്പർവൈസർ. ഇവിടെ പറയുന്നത് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് ആണ് വരുന്നത്. ഇത് ലെവൽ 3 ആണ്. ക്ലിയർ? അപ്പോൾ നമുക്ക് ഇതിലൂടെയാണ് നമുക്ക് TTRലേക്ക് എത്താൻ പറ്റുന്നത്. കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കിലൂടെയാണ് നമുക്ക് TTRലേക്ക്. TTE അതായത് നമ്മൾ സാധാരണ ഈ TTR എന്ന് പറയുന്നത് തെറ്റാണ്. TTR അല്ല, TTE. ക്ലിയർ? ഇങ്ങനെയാണ് പറയേണ്ടത്. നമുക്ക് നോക്കാം എന്താണെന്ന് നമുക്ക് നോക്കാം. ക്ലിയർ? അപ്പോൾ ഈ 4 പോസ്റ്റിലേക്കാണ് നമുക്കുള്ളത്. അപ്പോൾ ഇതിന്റെ നോക്കിയേ ലെവൽ 3, ലെവൽ 2, ലെവൽ 2 ഇത് 3 ലെവൽ 2 ആണ്. ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഇതിലേക്ക് CBT 1 ഉണ്ട്, പിന്നെ 2 ഉണ്ട്. ഇതിലേക്കും അങ്ങനെയാണ് CBT 1ഉം 2ഉം. പക്ഷേ ഈ 2 എക്സാമിലേക്ക് CBT 1 ഉണ്ട്, CBT 2 ഉണ്ട്, പിന്നെ ഒരു ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ട്.
ക്ലിയർ? ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ട്, ഒരു 10 മിനിറ്റ് നീളമുള്ള ഒരു ടൈപ്പിംഗ് ടെസ്റ്റും നിങ്ങൾക്ക് ഇതാ ഈ 2 എണ്ണത്തിനും ഈ 2 എക്സാം പോസ്റ്റിലേക്ക് നിങ്ങൾക്കൊരു ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ട്. എന്താ പോസ്റ്റ് 1നും പോസ്റ്റ് 4നും നിങ്ങൾക്ക് എന്താ ഉള്ളത്? 2 എക്സാം മാത്രമാണ് ഉള്ളത്. ബാക്കി 2ൽ നിങ്ങൾക്ക് ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ട്. ക്ലിയർ? 10 മിനിറ്റ് ഉള്ള ഒരു ടെസ്റ്റ് ആയിരിക്കും. ഒരു 300 വേർഡ്സ് നിങ്ങൾ 10 മിനിറ്റ് കൊണ്ട് ടൈപ്പ് ചെയ്യണം. അപ്പോൾ അതായിരിക്കും ടൈപ്പിംഗ് ടെസ്റ്റ്. ക്ലിയർ? പിന്നെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഇതാണ്. നിങ്ങൾ നോക്കിയാൽ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഇതാണ്. A3 എന്താണ്, B3 എന്താണ്, C3 എന്താണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നമ്മളെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിയേ, ഈ വീഡിയോ നിങ്ങൾ ഫസ്റ്റ് കാണാം. നിങ്ങൾ ഏത് കാറ്റഗറിയിൽ വരുന്ന നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് തീരുമാനിക്കാം. ക്ലിയർ? വീഡിയോ കാണാം. അതുപോലെ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഈ കാര്യം കൂടി കാണാം. എന്താ, എന്തൊക്കെ ഡോക്യുമെന്റ്സ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ വേണം, ആ കാര്യം കൂടെ നിങ്ങൾ കാണാം. അപ്പോൾ നമുക്ക് എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോഴുള്ള എന്തൊക്കെ കാര്യങ്ങൾ വേണം, അപ്പോൾ ഈ വീഡിയോ കൂടി കാണാം. ഇവിടെ നമുക്ക് മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ആദ്യം കാണാം. ഓക്കെ? അപ്പോൾ ഇതിന്റെ B2 ആണ്, ഇത് C2 A3. അപ്പോൾ ഇതിന് കുറച്ച് A3 ആണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18-30 വരെയാണ്. 18 വയസ്സ് മുതൽ 30 വരെയാണ്. ക്ലിയർ? അപ്പോൾ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്ന എപ്പോഴാണ്? 1/1/26. 1/1/26 നിങ്ങൾ 30 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ക്ലിയർ? അപ്പോൾ 1/1/26 വരെ 26 ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇതാണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്. A3 എന്ന് പറഞ്ഞതിനാണ് ട്രെയിൻ ക്ലർക്കിന് A3 ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് വേണ്ടത്. ക്ലിയർ? അപ്പോൾ ഇത് നോക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡിന്റെ വീഡിയോ കാണാം. ക്ലിയർ? അതുപോലെ ഡോക്യുമെന്റ് എന്തൊക്കെ വേണം എന്നുള്ള വീഡിയോയും കാണാം. ഇനി നമ്മൾ നോക്കുന്നത് ഇവിടെയാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള കാര്യം. ഇതുവരെ നമ്മൾ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ 4 പോസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ആ 4 പോസ്റ്റും എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ. അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. പോസ്റ്റ് അനാലിസിസ്, അതായത് നമുക്ക് ആദ്യത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് എന്താ? കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു എന്താ, നമ്മുടെ ഗ്രാജുവേറ്റ് ലെവലിൽ ഒരു കാര്യം ഉണ്ടല്ലോ, ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ ഉണ്ട്. അത് ഇതിനേക്കാളും കൂടിയതാണ്. പക്ഷെ ഡ്യൂട്ടി ഒക്കെ സെയിം ആണ് വരുന്നത്, പക്ഷേ ലെവൽ കൂടിയതാണ്. അത് ലെവൽ 6 ആണ്, ഇത് ലെവൽ 3 ആണ്. അപ്പോൾ ഇതിന്റെ സാലറി എന്ന് പറയുന്നത്, അപ്രോക്സിമേറ്റ് സാലറി എന്ന് പറയുന്നത് 45,000 ആണ്. ക്ലിയർ? 45,000 ആണ്. ഇത് ലെവൽ 3 ആണ്, അതുകൊണ്ടാണ് 45. പിന്നെ എന്താ ഇവിടെ ഡ്യൂട്ടി എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം. ഇത് കൊമേഴ്ഷ്യൽ ഡിപ്പാർട്ട്മെന്റിലാണ് ഇത് വരുന്നത്. അപ്പോൾ അവിടുത്തെ ക്ലർക്കാണ്. അതുപോലെ എന്താ TTE TE ഇതൊക്കെ നമുക്ക് അടുത്ത സ്ലൈഡിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഒരു ഓവർ വ്യൂ ആണ്. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഇതിന്റെ പ്രൊമോഷൻ എന്ന് പറയുന്നത് സീനിയർ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് ആവും, അതുപോലെ ചീഫ് കൊമേഴ്ഷ്യൽ സൂപ്പർവൈസർ ആവും. ക്ലിയർ? ഇതാണ് ഇതിന്റെ പ്രൊമോഷൻ. പിന്നെ ഇതിന്റെ ജോബ് നേച്ചർ എന്ന് പറയുന്നത് ഷിഫ്റ്റ് വൈസ് ആണ്. അതായത് നമ്മൾ 3 ഷിഫ്റ്റിലും വർക്ക് ചെയ്യണം. ഷിഫ്റ്റ് വൈസ് ആണ് ഇതിൽ വർക്ക് വരുന്നത്. ക്ലിയർ? അപ്പോൾ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ഉണ്ടാവാം. ഇനി അക്കൗണ്ട് ക്ലർക്ക് എന്ന് പറയുന്നത് അക്കൗണ്ട് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്. അപ്പൊ ഇത് അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റിലാണ്. ഇത് കൊമേഴ്ഷ്യൽ ഡിപ്പാർട്ട്മെന്റിലാണ്. അക്കൗണ്ട് ക്ലർക്ക് എന്ന് പറയുന്നത് അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റിലാണ്. അപ്പൊ അവിടുത്തെ അക്കൗണ്ട്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക, ഇതൊക്കെയാണ് അക്കൗണ്ട് ക്ലർക്കിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ലെവൽ 2 ആണ്. സാലറി എന്ന് പറയുന്നത് അറൗണ്ട് 35,000 ആണ്. പിന്നെ അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റിലാണ്, അക്കൗണ്ട്സിലാണ് ഇവർ വർക്ക് ചെയ്യേണ്ടത്. ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് ആണ് അടുത്ത പ്രൊമോഷൻ ലെവൽ. പിന്നെ സീനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് ആണ് അടുത്ത പ്രൊമോഷൻ ലെവൽ. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത് നിങ്ങൾക്ക് 5 ദിവസം ഡ്യൂട്ടി വരുള്ളൂ. അതായത് റെഗുലർ ആയിട്ടുള്ള ടൈമാണ്. അതായത് 9 to 6 വരെ നിങ്ങൾ വർക്ക് ചെയ്താൽ മതി. അതും Monday to Friday വർക്ക് ചെയ്താൽ മതി. വീക്കെൻഡ്സിൽ നിങ്ങൾക്ക് ലീവാണ്. ഓക്കെ? അപ്പോൾ ഇത് അടിപൊളി ജോബാണ്. വീക്കെൻഡ്സിൽ ലീവാണ്. പിന്നെ 9 to 6 വർക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ വർക്ക് ലൈഫൊക്കെ ഫാമിലി ലൈഫൊക്കെ നിങ്ങൾക്ക് ഇവിടെ ബാലൻസ് ചെയ്യാൻ പറ്റും. അതുപോലെയുള്ള ഒരു പോസ്റ്റാണ് ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്. ക്ലിയർ? ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്. അപ്പോൾ ഇതും ലെവൽ 2 ആണ്. സോ ഇത് എത്രയാണ്? ഇതിന്റെ സാലറി എന്ന് പറയുന്നത് 35,000 ആണ്. ഇതിന്റെ സാലറി എന്ന് പറയുന്നത് 35,000 ആണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു ഇത് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിലാണ്, ഇത് കൊമേഴ്ഷ്യൽ ഡിപ്പാർട്ട്മെന്റിലാണ്. പക്ഷെ ഇതിന് അങ്ങനെ ഡിപ്പാർട്ട്മെന്റ് ഇല്ല. ക്ലർക്ക് എന്ന് പറയുന്നത് എല്ലായിടത്തും ഉള്ള കൊമേഴ്ഷ്യൽ ഡിപ്പാർട്ട്മെന്റിലുണ്ട്. എല്ലായിടത്തും ഈ ക്ലർക്ക് വർക്ക് ചെയ്യാം. ക്ലിയർ? അപ്പോൾ അക്കൗണ്ട്സ് അല്ല. കാരണം ഇവിടെ ഡെയിലി ഇപ്പോൾ ലെറ്റർ ഒക്കെ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു ട്രെയിൻ ക്യാൻസൽ ചെയ്താൽ ലെറ്റർ ഒക്കെ ക്രിയേറ്റ് ചെയ്യാം. അതായത് ക്യാൻസലേഷൻ ലെറ്റർ ഒക്കെ ക്രിയേറ്റ് ചെയ്യാം. അതൊക്കെയാണ് ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റിന്റെ ജോബ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ എല്ലായിടത്തും ഇപ്പോൾ പെൻഷൻ ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ ഒരുപാട് റെയിൽവേക്ക് ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന ക്ലർക്കാണ് ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്. ക്ലിയർ? അപ്പോൾ ഇതിന്റെ ജോബ് നേച്ചർ ഇപ്പോൾ ലെറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാം, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ലെറ്റേഴ്സ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ വേറെ ഷെഡ്യൂള്, അങ്ങനെ
ഒരു ക്ലറിക്കൽ ജോബ് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ചെയ്യുന്നത് ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആണ്. ക്ലിയർ? അപ്പോൾ ഇതിന്റെ ജോബ് പ്രൊമോഷൻ എന്ന് പറയുന്നത് സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, പിന്നെ ഓഫീസ് സൂപ്രണ്ടന്റ്. ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അക്കൗണ്ട് ക്ലർക്കിന്റെ പറഞ്ഞ പോലെ തന്നെയാണ്. റെഗുലർ ജോബാണ്, 9 to 6 ആണ്. അതുപോലെ വീക്കെൻഡ്സ് ലീവാണ്, മൺഡേ ടു ഫ്രൈഡേ മാത്രമാണ് ഡ്യൂട്ടി ഉള്ളത്. ഓക്കെ, ഇനി നോക്കിയേ ട്രെയിൻ ക്ലർക്ക്. ട്രെയിൻ ക്ലർക്ക് എന്ന് പറയുന്നത് ലെവൽ 2 തന്നെയാണ്. പക്ഷെ ഇതിന്റെ സാലറി ഇതിനേക്കാളും കുറച്ച് കൂടുതലാണ്, ഒരു 3000 കൂടുതലാണ്. അതെന്തുകൊണ്ടാണ് 3000 കൂടുതൽ? അത് നിങ്ങൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇത് റെഗുലർ ആണ്. പക്ഷെ ഇതെന്താ, നൈറ്റ് ഡ്യൂട്ടി ഒക്കെ വരാം. നൈറ്റ് ഡ്യൂട്ടി വന്നാൽ എന്താ, നമുക്ക് നൈറ്റ് ഡ്യൂട്ടി അലവൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു അറൗണ്ട് 3000 ഇവിടെ കൂടുതൽ വന്നത്. ക്ലിയർ? അപ്പോൾ അതാണ് ട്രെയിൻ ക്ലർക്കിന് കൂടുതൽ സാലറി വന്നത്. അപ്പോൾ ഇവിടെ ട്രെയിനിന്റെ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാണ് ട്രെയിൻ ക്ലർക്ക് ചെയ്യേണ്ടത്. ട്രെയിനിന്റെ റെക്കോർഡ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. ഇപ്പോൾ ഇവർ റിപ്പോർട്ട് നോക്കിയിട്ടാണ് കൂടുതൽ കോച്ച് ആവശ്യമുണ്ടോ എന്നൊക്കെ ഓഫീസേഴ്സ് തീരുമാനിക്കുക. അപ്പൊ ഇവരാണ് ട്രെയിനിന്റെ റെക്കോർഡ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്, ആ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ആരാ? ട്രെയിൻ ക്ലർക്കാണ്. ഓക്കെ, അപ്പൊ ഇവരെ റിപ്പോർട്ടൊക്കെ അനുസരിച്ചാണ് ഇനി കൂടുതൽ കോച്ച് ആവശ്യമുണ്ടോ ഇതൊക്കെ സീനിയർ ഓഫീസേഴ്സ് തീരുമാനിക്കുന്നത്. അപ്പൊ ഇതാണ് ശരിക്കും ഇവരുടെ ഡ്യൂട്ടീസ്. ഇത് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയി നോക്കാം എന്താണ് ഇതൊക്കെയെന്ന്. ആദ്യം നമുക്ക് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് നോക്കാം. അപ്പൊ ഇത് കൊമേഴ്ഷ്യൽ ഡിപ്പാർട്ട്മെന്റിലാണുള്ളത്. അപ്പൊ ഇതിൽ തന്നെ 3 ഡ്യൂട്ടീസ് ഉണ്ട്, 3 ടൈപ്പ് ജോബ് ഉണ്ട്. ഒന്ന് നമ്മളെ TTE, നമ്മൾ സാധാരണ എന്ത് പറയും, TTR എന്ന് പറയും. പക്ഷെ TTR അല്ല, TTE ആണെന്നും പറയുന്നത്. TTE, ട്രാവലിംഗ് ടിക്കറ്റ് എക്സാമിനർ. അപ്പൊ ട്രാവലിംഗ് ടിക്കറ്റ് എക്സാമിനർ എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രെയിനിൽ ട്രാവൽ ചെയ്തിട്ട് ടിക്കറ്റ് ചെക്ക് ചെയ്യുന്ന ആളാണ് ട്രാവലിംഗ് ടിക്കറ്റ് എക്സാമിനർ. അപ്പൊ ഇതെന്താ, ഫീൽഡ് ജോബാണ്. അതായത് ട്രെയിനിൽ ട്രാവൽ ചെയ്യണം. പിന്നെ ഷിഫ്റ്റ് ബേസ് ആണ് ഇവിടെ ഡ്യൂട്ടി വരുന്നത്. അപ്പൊ TTE എന്താണെന്ന് മനസ്സിലായല്ലോ. ഇതാണ് TTE. ഇനി ടിക്കറ്റ് എക്സാമിനർ ഉണ്ട്, TE എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റേഷനിലാണ് ഇവര് ടിക്കറ്റ് ചെക്ക് ചെയ്യുന്നത്. TTE എന്ന് പറഞ്ഞാൽ ട്രെയിനിൽ ചെക്ക് ചെയ്യും, TE എന്ന് പറഞ്ഞാൽ സ്റ്റേഷനിൽ ചെക്ക് ചെയ്യും. ക്ലിയർ? അപ്പോൾ ഇവരും ഷിഫ്റ്റ് ബേസ്ഡ് ആണ്. പക്ഷേ ഇവർക്ക് ചിലപ്പോൾ നൈറ്റ് ഡ്യൂട്ടി ഉണ്ടാവില്ല. വലിയ സ്റ്റേഷനിൽ മാത്രമേ ചിലപ്പോൾ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ഉണ്ടാവും. ചെറിയ സ്റ്റേഷനിലൊന്നും ഇവർക്ക് നൈറ്റ് ഡ്യൂട്ടി ഉണ്ടാവില്ല. ക്ലിയർ? ഇനി ഇവർ നോക്കിയാൽ ബുക്കിംഗ് ക്ലർക്കാണ്. 3 ഷിഫ്റ്റ് സ്റ്റേഷൻ ബേസ്ഡ് ഡ്യൂട്ടിയാണ്. അപ്പൊ ഇവര് 3 ഷിഫ്റ്റിലും വർക്ക് ചെയ്യണം. ബുക്കിംഗ് ക്ലർക്കാണ് ഇവര്. ബുക്കിംഗ് ക്ലർക്ക് എന്ന് പറയും. ഇവര് 3 കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കാണ്. അപ്പൊ ഇവരെന്താ, ബുക്കിംഗ് ക്ലർക്ക് എന്ന് പറയും. അപ്പൊ ഈ ബുക്കിംഗ് ക്ലർക്ക് എന്ന് പറഞ്ഞാൽ ഇവര് വർക്ക് ചെയ്യേണ്ട എവിടെയൊക്കെയാന്ന് വെച്ചാൽ UTS, അൺറിസർവ്ഡ് ടിക്കറ്റ് സിസ്റ്റം. റിസർവേഷൻ ഇല്ലാത്ത ടിക്കറ്റ് ഒക്കെ ഇഷ്യൂ ചെയ്യുന്ന ഇവരാണ്. അതായത് ഈ സിസ്റ്റത്തിലുള്ളവരാണ്. ഇനി PRS, പാസഞ്ചർ റിസർവേഷൻ സിസ്റ്റം. ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെന്താ, റിസർവേഷൻ സിസ്റ്റം, അതായത് റിസർവേഷൻ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ഇവിടെ വർക്ക് ചെയ്യുന്ന ക്ലർക്കാണ്. പിന്നെ പാർസൽ ഓഫീസ് ഉണ്ട്. പാർസൽ ഓഫീസിലും വർക്ക് ചെയ്യാം. പാർസൽ ഓഫീസിൽ എന്ത് ചെയ്യണം, പാർസൽ ഓഫീസിൽ നിങ്ങൾക്ക് ഇൻവാർഡും ഉണ്ടാവും, ഔട്ട്വാർഡ് പാർസലും ഉണ്ടാവും. അപ്പോൾ പാർസൽ ഓഫീസിലാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽഡ് ഡ്യൂട്ടി ഒക്കെ ഉണ്ടാവും. പാർസൽ ഓഫീസ് അറിയില്ലേ, നമ്മളിപ്പോൾ വണ്ടിയൊക്കെ നമ്മൾ പാർസൽ അയക്കില്ലേ ട്രെയിനിൽ, അങ്ങനെ പാർസൽ ഓഫീസിൽ ഡീൽ ചെയ്യുന്ന ഇവരാണ് പാർസൽ ഓഫീസിൽ ഡീൽ ചെയ്യുക. അപ്പോൾ ഇവരെന്ത് ചെയ്യുക, പാർസൽ ബുക്ക് ചെയ്യുന്നത് നമ്മൾ ഇവരടുത്ത് പോയിട്ടാണ്. അതുപോലെ പാർസൽ നമ്മൾ വാങ്ങുന്നതും ഇവരടുത്ത് പോയിട്ടാണ്. അതുപോലെ സൂപ്പർവൈസ് ചെയ്യണം. ഇപ്പോൾ പാർസൽ ഇറക്കുന്നതും കയറ്റുന്നതൊക്കെ ഇവർ സൂപ്പർവൈസ് ചെയ്യണം. നമുക്ക് ട്രെയിനിൽ കോൺട്രാക്ട് ബേസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവരാണ് ഈ പാർസൽ ഇറക്കുന്നതും കയറ്റുന്നതൊക്കെ. അപ്പോൾ അവരെ സൂപ്പർവൈസ് ചെയ്യുന്നതും ഇവരാണ്, പാർസൽ ഓഫീസിലുള്ള ക്ലർക്കാണ്. ക്ലിയർ? അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ ഡ്യൂട്ടി. അതുപോലെ ഗുഡ്സ് ഷെഡ്, അതായത് വലിയ ഗുഡ്സ് വണ്ടി ഉണ്ടാവില്ലേ, അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് അവിടുത്തെ ഷെഡിലും ഇവരാണ് വർക്ക് ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ ജോബ് നേച്ചർ. അപ്പോൾ ഡീറ്റെയിൽ ആയി നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾക്ക് ഒരു TTE ആവണമെങ്കിൽ ഈ പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അതുപോലെ പാർസൽ ഓഫീസിലൊക്കെ നല്ല ഡ്യൂട്ടിയാണ്, നല്ല വർക്കാണ്. സോ ബുക്കിംഗ് ക്ലർക്കായിട്ട് നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാവുന്നതാണ്. ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്. ക്ലിയർ? CCTC. ഓക്കെ, CCTC. അടുത്ത നമ്മൾ നോക്കുന്നത് അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആണ്. അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, റെഗുലർ ജോബാണ്, 9 to 6 ആണ്. വീക്കെൻഡ്സിൽ ഓഫാണ്, സാറ്റർഡേയും സൺഡേയും നമുക്ക് ഓഫാണ്. സോ പിന്നെന്താ, ക്ലറിക്കൽ ആൻഡ് അക്കൗണ്ടിങ് റെസ്പോൺസിബിലിറ്റി പറഞ്ഞു. നമ്മളെന്താ, അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റിലാണ് ഇവർ വർക്ക് ചെയ്യേണ്ടത്. പിന്നെ ഒരു കാര്യമുണ്ട്, നമുക്ക് മറ്റു ജോബിനൊക്കെ ഇവരെന്താ റെഗുലർ ഡ്യൂട്ടിയാണ്. അപ്പോൾ ഇവർക്ക് ഗവൺമെന്റ് ഹോളിഡേയിൽ ലീവ് ആയിരിക്കും. ഗവൺമെന്റ് ഹോളിഡേയിൽ ഇവർ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞു ഇവരൊക്കെയാണെങ്കിൽ ഗവൺമെന്റ് ഹോളിഡേയിലും വർക്ക് ചെയ്യണം. അങ്ങനെ വർക്ക് ചെയ്താൽ എക്സ്ട്രാ ഡബിൾ സാലറി ആയിരിക്കും. ആ
ദിവസത്തെ സാലറി ഡബിൾ ആയിരിക്കും ഇവർക്ക് കിട്ടുക. ക്ലിയർ? അപ്പോൾ ഇവർക്ക് ആ ഒരു ബെനിഫിറ്റ് ഇല്ല, ആ ബെനിഫിറ്റ് ഇവർക്കില്ല. വേറൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ നോക്കിയാൽ ഇവരുടെയൊക്കെ സാലറി ഞാൻ നേരത്തെ എത്രയാണ് പറഞ്ഞത്? 45 ഞാൻ പറഞ്ഞത്. അതായത് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കിന് 45 ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് സാലറി. ടോട്ടൽ എത്രയാണ് സാലറി എന്ന് പറയുന്നത്? 45,000 ആണ്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, TTEക്ക് ഒരു എക്സ്ട്രാ, അതായത് 45,000 പ്ലസ് ഒരു 15,000 എക്സ്ട്രാ വരും. ക്ലിയർ? TTEക്ക് മാത്രമാണ്. കാരണം ട്രാവൽ അലവൻസ് എന്ന് പറഞ്ഞിട്ട് എന്താ ഒരു എക്സ്ട്രാ വരും. കാരണം ഇവർ വർക്ക് ചെയ്യുന്ന എവിടെയാണ്? ട്രെയിനിലാണ്. അപ്പോൾ ട്രാവൽ അലവൻസ് എന്ന് പറഞ്ഞാൽ ഒരു 15,000 എക്സ്ട്രാ കിട്ടും. അപ്പോൾ 45,000 കൂടെ ഒരു 15,000 കൂടെ കൂട്ടിയിട്ട് 60,000 ആണ് നമുക്ക് എന്താ TTE ആയാൽ കിട്ടുക. ക്ലിയർ? ആ കാര്യം കൂടെ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കണം, ഗവൺമെൻറ് ഹോളിഡേ ഇവർക്ക് ലീവാണ്. മറ്റുള്ളവർക്കൊക്കെ ആ ഡേ വർക്ക് ചെയ്യണം. ആ ചെയ്താൽ എന്താ ഡബിൾ സാലറിയാണ്. വർക്ക് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ വർക്ക് ചെയ്താൽ ഡബിൾ സാലറിയാണ്. അപ്പോൾ അങ്ങനെ ചെയ്താൽ എന്താ നമുക്ക് സാലറി കൂടുതൽ കിട്ടും. ഇവിടെ ആണെങ്കിൽ എന്താ നമുക്ക് 9 to 6 ആണ്, വീക്കെൻഡ്സ് ലീവാണ്. ക്ലിയർ? നമ്മളെ വർക്ക് ലൈഫ് ബാലൻസ് ഒക്കെ അടിപൊളിയായിരിക്കും ഇവിടെ. അടുത്ത ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അക്കൗണ്ട് ക്ലർക്ക് പോലെ സെയിം ആണ്. പക്ഷേ ഇവർ അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റിലല്ല, ഇവർ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും വർക്ക് ചെയ്യണം. പെൻഷൻ ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റ്, ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ആ ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഇവർ വർക്ക് ചെയ്യണം. അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഇവരാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്യൂട്ടീസ് ഒക്കെയാണ് ഇവരത്. ഓക്കെ, അപ്പോൾ ഇവരത് എന്താ ഗവൺമെന്റ് ഹോളിഡേ വർക്ക് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ സെയിം ആണ്. ക്ലറിക്കൽ ആൻഡ് ഓഫീസ് വർക്കാണ്. എല്ലാ ഓഫീസിലും ഇവർ വർക്ക് ചെയ്യണം. ഇനി നോക്കിയേ, ട്രെയിൻ ക്ലർക്ക് എന്ന് പറഞ്ഞാൽ 3 ഷിഫ്റ്റിൽ വർക്ക് ചെയ്യണം. മെയിൻ്റെനൻസ് ആൻഡ് അപ്ഡേറ്റിംഗ് ട്രെയിൻ റിലേറ്റഡ് റെക്കോർഡ്സ്. ഇപ്പോൾ ഇവരാണ് ട്രെയിൻ റിലേറ്റഡ് റെക്കോർഡ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. ഓഫീസ് വർക്ക് ആൻഡ് ഫീൽഡ് വർക്ക്. അപ്പോൾ ഇവർക്ക് ഫീൽഡ് വർക്കും ഉണ്ടാവും. ഫീൽഡിലും ഇവർ പോയിട്ട് എന്താ നോക്കണം കാര്യങ്ങളൊക്കെ. ക്ലിയർ? ഓഫീസ് വർക്ക്, അതായത് കോർഡിനേറ്റിംഗ് വിത്ത് ദ യാർഡ്, ഗുഡ്സ് ഷെഡ് ആൻഡ് സ്റ്റേഷൻ സ്റ്റാഫ്. അപ്പോൾ ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്യാനും ഇവർ ആവശ്യമുണ്ട്. അപ്പോൾ ഫീൽഡ് വർക്കും ആവശ്യമുണ്ട്, ഓഫീസ് വർക്കും ആവശ്യമുണ്ട് ട്രെയിൻ ക്ലർക്കിന്. ക്ലിയർ? അപ്പോൾ ഇതാണ് നമ്മുടെ 4 പോസ്റ്റിൻ്റെയും ജോബ് നേച്ചർ. ഇപ്പം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഒരു വർക്ക് ലൈഫ് ബാലൻസ് ആണ് വേണ്ടെങ്കിൽ അക്കൗണ്ട് ക്ലർക്കും അതുപോലെ എന്താ ജൂനിയർ ക്ലർക്കും നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ്. അല്ല നിങ്ങൾക്ക് നല്ല സാലറി വേണമെങ്കിലോ നമ്മളെന്താ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കാണ് നിങ്ങൾക്ക് നല്ലൊരു പോസ്റ്റ്. ക്ലിയർ? ഇനി നമ്മൾ വേക്കൻസി നോക്കിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് അടുത്തുള്ള ഒരു 5 RRB ഉണ്ട്. അപ്പോൾ അതിലത്തെ വേക്കൻസി നമ്മൾ നോക്കിയാൽ, ചെന്നൈൻ്റെ വേക്കൻസി നോക്കിയാൽ നിങ്ങൾ നോക്കിയാൽ ഇപ്പം നിങ്ങൾ നോക്കുക, നിങ്ങളിപ്പോൾ എന്താ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞില്ലേ 4 പോസ്റ്റിനെ പറ്റി. അപ്പം നിങ്ങൾ മൈൻഡിൽ സെലക്ട് ചെയ്യുക ഏത് പോസ്റ്റാണ് നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്നത്, നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പോസ്റ്റ് വേണം, നിങ്ങൾക്ക് എന്താ സാലറി ആണോ കൂടുതൽ വേണ്ടത്, അല്ലെങ്കിൽ നല്ലൊരു വർക്ക് ലൈഫ് ആണോ. അങ്ങനെയാണെങ്കിൽ എന്താ നിങ്ങൾ ആ ബേസിൽ നിങ്ങൾ ഏത് RRB ചൂസ് ചെയ്യണമെന്ന് ഇനി പറയുമ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുക. ക്ലിയർ? അപ്പോൾ ഇവിടെ നോക്കിയേ, ചെന്നൈ നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് എന്താണ്? അക്കൗണ്ട് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആണ് ഇവിടെ കൂടുതൽ വരുന്നത്. 29 വേക്കൻസിയാണ് വരുന്നത്. ക്ലിയർ? 29 വേക്കൻസിയാണ് വരുന്നത്. അതെന്താ സദേൺ റെയിൽവേയിലുണ്ട്. ഇത് ഇന്റഗ്രേറ്റഡ് കോച്ച് ഫാക്ടറി ആണ്. ഇന്റഗ്രേറ്റഡ് കോച്ച് ഫാക്ടറി. അപ്പോൾ അവിടെ എത്രയാണ്? 23 ജനറലിനാണ്. ടോട്ടൽ 56 വേക്കൻസിയാണ് വരുന്നത്. ഇവിടെ 2 വേക്കൻസി ഇന്റഗ്രേറ്റഡ് കോച്ച് ഫാക്ടറി. ക്ലിയർ? 2 വേക്കൻസി. ഇനി എന്താ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് ആണെങ്കിൽ 21 വരുന്നുണ്ട്. മറ്റേതാണെങ്കിൽ എന്താ ബാക്കിയുള്ള കുറവാണ്. ക്ലിയർ? അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ കൂടുതൽ വരുന്നത് 56 വേക്കൻസി വരുന്നത് ഏതാണ്? അക്കൗണ്ട് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആണ്. നമ്മൾ പറഞ്ഞില്ലേ 9 to 6 ജോബുള്ള ഡേ ടൈമിൽ വീക്കെൻഡ്സ് ലീവുള്ള ജോബ്, അതാണ് നിങ്ങൾക്ക് ഇവിടെ കൂടുതലായിട്ട് വരുന്നത്. ചെന്നൈയിൽ കൂടുതലായിട്ട് വരുന്നത് അതാണ്. ഇന്റഗ്രേറ്റഡ് കോച്ച് ഫാക്ടറിയിൽ 2 വേക്കൻസി ഉണ്ട്. സദേൺ റെയിൽവേയിൽ 56 വേക്കൻസി ഉണ്ട്. ക്ലിയർ? ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഇതാണ് ഇവിടുന്ന് കൂടുതലുള്ളത്. ഇതും എത്രയാണ്? 21 വേക്കൻസി ഇവിടെ ഉണ്ട്. ജനറൽ ആണെങ്കിൽ 9 വേക്കൻസി ഉണ്ട്. ഇനി നമ്മൾ നോക്കിയാൽ ബാംഗ്ലൂർ നോക്കിയാൽ, പക്ഷെ ബാംഗ്ലൂരിന്റെ കാര്യം കുറച്ച് കഷ്ടമാണ്. എന്താ നോക്കിയാൽ ഇത് 32, അതായത് എന്താ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് നമുക്ക് എന്താ 32 വേക്കൻസി ഉണ്ട്. പക്ഷെ ബാക്കിയെല്ലാം കുറവാണ്. ബാക്കിയൊക്കെ കുറവാണ്. ഇത് 18, പിന്നെന്താ ഇത് 18, അതായത് സൗത്ത് വെസ്റ്റ് റെയിൽവേ ഉണ്ട്, സൗത്ത് വെസ്റ്റേൺ റെയിൽവേ ഉണ്ട്, പിന്നെ റെയിൽ വീൽ ഫാക്ടറി ആണിത്. ഇത് റെയിൽ വീൽ ഫാക്ടറിയാണ്. അവിടെ 2 വേക്കൻസി കൂടി ഉണ്ട്. അപ്പം ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ കൂടുതൽ ഏതാ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കാണ്. അപ്പോൾ 32 വേക്കൻസി ഉണ്ട്. പിന്നെ നോക്കിയേ, നമ്മൾ ഇവിടെ നോക്കിയാൽ ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ഇവിടെ ഇല്ല. ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ഇവിടെ ഇല്ല, ഇവിടെയും ഇല്ല. ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് നമ്മുടെ എന്താ ചെന്നൈയിലും ഇല്ല, ബാംഗ്ലൂരിലും ഇത് 2 ജൂനിയർ ക്ലർക്ക് ഇല്ല. ആ കാര്യം മനസ്സിലാക്കി വെക്കുക. പിന്നെ നോക്കിയാൽ ക്ലർക്ക്, ട്രെയിൻ ക്ലർക്ക് 2 സ്ഥലത്ത് എന്താ വേക്കൻസി വളരെ കുറവാണ്. ഒരു സ്ഥലത്ത് 1 ആണ്, ഒരു സ്ഥലത്ത് 2 ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ചെന്നൈയിലാണെങ്കിൽ എന്താ അക്കൗണ്ട് ക്ലർക്ക് കൂടുതൽ വേക്കൻസി ഉണ്ട്. ഇവിടെയാണെങ്കിൽ 32 വേക്കൻസി ഉള്ളത്. എന്താ
കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കാണ്. ഇനി നമ്മൾ നോക്കിയാൽ മുംബൈയിലാണെങ്കിൽ വേക്കൻസി ഒരുപാടുണ്ട്. നോക്കിയാൽ എല്ലായിടത്തും ഇതാ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് ടോട്ടൽ നോക്കിയാൽ 215 ഓരോ റീജിയൻ വെസ്റ്റേൺ റെയിൽവേയിൽ എന്താ സെൻട്രൽ റെയിൽവേ, സൗത്ത് സെൻട്രൽ റെയിൽവേ, അങ്ങനെ 3 കാറ്റഗറിയിലായിട്ട് ഒരുപാട് വേക്കൻസി ഉണ്ട്. അതുപോലെ നോക്കിയാൽ എല്ലാത്തിലും ഒരുപാട് വേക്കൻസി ഉണ്ട്. ഇതാണ് കുറവാണ്. ട്രെയിൻ ക്ലർക്കിലാണെങ്കിൽ കുറവാണ്, 15 വേക്കൻസിയേ ടോട്ടൽ ഉള്ളൂ. അപ്പോൾ മുംബൈയിൽ നിങ്ങൾക്ക് ഒരുപാട് വേക്കൻസി ഉണ്ട്. ടോട്ടൽ നോക്കിയാൽ 494 വേക്കൻസി ഉണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ ഇതൊരു മെട്രോ സിറ്റിയാണ്, ഒരുപാട് പേര് ഇവിടെ അപ്ലൈ ചെയ്യും. ഇവിടെ വേക്കൻസി കൂടുതലുണ്ട്, പക്ഷേ അപ്ലിക്കൻസും കൂടുതലായിരിക്കും. അപ്പോൾ കോമ്പറ്റീഷനും കൂടുതലാവാൻ ചാൻസ് ഉണ്ട് ഇവിടെ. ക്ലിയർ? അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാം. പിന്നെ നോക്കിയാൽ നമുക്ക് നമ്മുടെ തിരുവനന്തപുരം നോക്കിയാലോ, 83 വേക്കൻസിയാണ് നമുക്ക് എന്താ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കിനുള്ളത്. കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് അതായത് TT ഒക്കെ ആവാനുള്ള വേക്കൻസി 83 വേക്കൻസിയാണുള്ളത്. അതുപോലെ ട്രെയിൻ ക്ലർക്കിന് 3 വേക്കൻസി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് മാത്രമാണ് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. ക്ലിയർ? ഇനി നമ്മൾ സെക്കന്ദരാബാദ് നോക്കിയാൽ നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനാണ്. കാരണം കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് എന്ന് പറയുന്നത് 251 വേക്കൻസി ഉണ്ട്. ക്ലിയർ? 250. പക്ഷേ ഇത് വേക്കൻസി ഇല്ല. ക്ലിയർ? ഈ വേക്കൻസി ഇല്ല. കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് മാത്രമാണെങ്കിൽ 251 വേക്കൻസി ഉണ്ട്. ചിലപ്പോൾ അവിടെ കോമ്പറ്റീഷൻ കൂടാനും ചാൻസ് ഉണ്ട്. പക്ഷേ മുംബൈയിൽ അത്ര ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഓക്കെ, മുംബൈയിലാണെങ്കിൽ നോക്കി ഒരുപാട് വേക്കൻസി ഉണ്ട്, ഒരുപാട് പേര് അപ്ലൈ ചെയ്യും. ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ച് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഏത് സ്ഥലത്ത് നിങ്ങൾ സെലക്ട് ചെയ്യുക, ഏത് RRB നിങ്ങൾ സെലക്ട് ചെയ്യണമെന്ന്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് RRB സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം നമ്മൾ ലൊക്കേഷൻ നോക്കണം. നമുക്കിപ്പോൾ നമ്മുടെ നാട്ടിനടുത്ത് വേണോ, അല്ലെങ്കിൽ കുറേ ദൂരം ട്രാവൽ ചെയ്യാൻ കുഴപ്പമില്ല, പ്രോബ്ലം ഇല്ല, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിന്തിക്കുക. പിന്നെ വേക്കൻസി, ഇപ്പോൾ പറഞ്ഞ വേക്കൻസി ഇല്ലേ, ആ വേക്കൻസി നോക്കുക. അതിൽ നമുക്ക് വേണ്ട പോസ്റ്റ് ഏതാണ്. നിങ്ങൾ ചിലപ്പോൾ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് ആവാം, അല്ലെങ്കിൽ അക്കൗണ്ട്സ് ക്ലർക്ക് ആവാം. അങ്ങനെ നിങ്ങൾക്ക് ഏത് പോസ്റ്റ് വേണം, അത് ഏത് RRBയിൽ ഉണ്ട് അത് നോക്കണം. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ കോമ്പറ്റീഷൻ നോക്കണം. ഇപ്പോൾ മുംബൈയിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കോമ്പറ്റീഷൻ കൂടാം, കാരണം വേക്കൻസി കൂടുതലാണ്, കോമ്പറ്റീഷനും കൂടാം അവിടെ. ക്ലിയർ? അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നോക്കുമ്പോൾ നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞ ഈ കാര്യങ്ങൾ വെച്ച് നമ്മൾ 5 RRB ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. മറ്റൊരുപാട് RRB ഉണ്ട് നമ്മൾ അടുത്ത് കിടക്കുന്നത്. നമുക്ക് അടുത്തുള്ള 5 RRB ആണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിൽ മുംബൈ നോക്കുമ്പോൾ വേക്കൻസി കൂടുതലാണ്, 494 വേക്കൻസി ഉണ്ട്. അപ്പോൾ അവിടെ കൂടുതൽ വേക്കൻസി ഉള്ളത് ഏതാണ്? കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കാണ്, അതുപോലെ അക്കൗണ്ട്സ് ക്ലർക്കും ഉണ്ട്. അപ്പോൾ രണ്ടിനും നല്ല വേക്കൻസി ഉണ്ട്, രണ്ടും നല്ല പോസ്റ്റാണ്, രണ്ടിനും നല്ല വേക്കൻസി ഉണ്ട്. പക്ഷേ ഹൈ കോമ്പറ്റീഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. പിന്നെ ചെന്നൈ നോക്കിയാൽ അക്കൗണ്ട്സ് ക്ലർക്കാണ് ഇവിടെ ഉള്ളത്. അക്കൗണ്ട്സ് ക്ലർക്കാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ചെന്നൈ അപ്ലൈ ചെയ്യാം. ക്ലിയർ? അവിടെ അക്കൗണ്ട്സ് ക്ലർക്കാണ് കൂടുതലുള്ളത്. ഇനി ബാക്കി എല്ലായിടത്തും കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് കൂടുതലുണ്ട്. ചെന്നൈനേക്കാളും ബാംഗ്ലൂരിനേക്കാളും തിരുവനന്തപുരത്താണ് കൂടുതൽ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് തിരുവനന്തപുരം അപ്ലൈ ചെയ്യാം. അക്കൗണ്ട്സ് ക്ലർക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ചെന്നൈ അപ്ലൈ ചെയ്യാം. പിന്നെ സെക്കന്ദരാബാദ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്. സെക്കന്ദരാബാദ് കുറച്ച് ദൂരെ, സെക്കന്ദരാബാദ് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. കാരണം ഇവിടെ 100 എത്രയാണ് വേക്കൻസി ഉള്ളത് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്? 251 വേക്കൻസിയാണ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കിനുള്ളത്. ക്ലിയർ? അപ്പം ഇങ്ങനെയാണ് നമ്മുടെ വേക്കൻസിൻ്റെ നിലയുള്ളത്. അപ്പം ഇത് മനസ്സിലാക്കി. നിങ്ങൾക്ക് ഇപ്പോൾ അക്കൗണ്ട്സ് ക്ലർക്കാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ചെന്നൈ നല്ലൊരു ഓപ്ഷനാണ്, അക്കൗണ്ട്സ് ക്ലർക്ക് ആണെങ്കിൽ. ഇനി CCTC ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ രണ്ടിൽ ഏതെങ്കിലും എടുക്കാം. നിങ്ങൾക്ക് അടുത്ത് നിൽക്കാൻ തിരുവനന്തപുരം സെലക്ട് ചെയ്താലും കുഴപ്പമില്ല. കാരണം എത്രയാണ് വേക്കൻസി ഉള്ളത് നമുക്ക് തിരുവനന്തപുരത്താണെങ്കിൽ? തിരുവനന്തപുരത്ത് എത്രയുള്ളത്? 56 ആണ്. അതായത് ചെന്നൈയിലെ തിരുവനന്തപുരം ആണെങ്കിൽ നമുക്ക് എത്രയുള്ളത്? 83 ആണ് ടോട്ടൽ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് ഉള്ളത്. 83 നല്ലൊരു വേക്കൻസിയാണ്. അപ്പോൾ നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് അപ്ലൈ ചെയ്യാം കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് വേണമെങ്കിൽ, അല്ലെങ്കിൽ സെക്കന്ദരാബാദ് അപ്ലൈ ചെയ്യാം. ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ച് നിങ്ങൾ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക, എന്നിട്ട് ഇതിൽ ഏത് വേണമെന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഇതൊക്കെ നോക്കുക. അതുപോലെ നമ്മൾ ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നിങ്ങൾ ആ വീഡിയോ നോക്കുക, എന്നിട്ട് ഡോക്യുമെന്റ്സ് ഒക്കെ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. NCL ഒക്കെ കിട്ടാൻ കുറച്ച് ടൈം ഒരു 10 ദിവസമൊക്കെ എടുക്കും. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.